ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം 7ാമത്തെ ദശകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 8ാമത്തെ ദശകം പ്രളയവർണ്ണനം, അതാണ് നമ്മൾ ശാലിനി വർണ്ണത്തിലുള്ള ശ്ലോകങ്ങളാണ് ഇതിൽ വരുന്നത്. അതാണ് ഇനി പഠിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും ക്ലാസ് കഴിഞ്ഞത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴേ പുതിയ നോട്ടിഫിക്കേഷൻ ക്ലാസ്സിൻ്റെ നിങ്ങൾക്ക് ലഭിക്കും. ഹരേ കൃഷ്ണ. നമുക്ക് 1ാമത്തെ ശ്ലോകം 8ാം ദശകത്തിൽ ചൊല്ലി നോക്കാം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ഭ്രാമേ കൽപേ ഹ്യാദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വ ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ഒന്നിച്ച് വായിക്കണം. ഭ്രാമേ കൽപ്പേ ഹി ആദിമേ, ഹ്യാദിമേ എന്നുള്ളത് ഹി പ്ലസ് ആദിമേ എന്ന് വരും. ലബ്ധജന്മാ ബ്രഹ്മ ഭൂയഃ ത്വ ഏവ ഏവാപ്യ എന്നൊന്നിച്ച് വരും. ഏവാപ്യ വേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. പൂർവകൽപ്പോപമാനം ഒന്നിച്ച് വായിക്കണം. ഹരേ കൃഷ്ണ. അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ പ്രാകൃത പ്രക്ഷയാന്തേ പറഞ്ഞാൽ പ്രാകൃത പ്രളയത്തിൻ്റെ അവസാനത്തിൽ, അന്തേ പറഞ്ഞ അവസാനം. അപ്പോൾ ആ പ്രാകൃത പ്രളയത്തിൻ്റെ അവസാനത്തിൽ ആദിമേ ബ്രാഹ്മേ കൽപ്പേ, 1ാമത്തെ ബ്രഹ്മകൽപ്പത്തിൽ, അതായത് ആദ്യ പ്രാകൃത പ്രളയത്തിന് ശേഷം അവസാനത്തിനുണ്ടായ 1ാമത്തെ ബ്രഹ്മകൽപ്പത്തിൽ ഹി ആകട്ടെ ലബ്ധജന്മാ ബ്രഹ്മ, ആദ്യത്തെ പ്രാകൃത പ്രളയം കഴിഞ്ഞിട്ടുള്ള എല്ലാം ഭഗവാനിലേക്ക് ലയിച്ചിട്ട് പിന്നെ ഉണ്ടാവുന്ന ബ്രഹ്മകൽപ്പത്തിൽ ലബ്ധജന്മാ ബ്രഹ്മ, ജന്മം ലഭിച്ചവനായ ബ്രഹ്മാവ്, ബ്രഹ്മകൽപ്പത്തിൽ ജന്മം ലഭിച്ച ബ്രഹ്മാവ് എന്നർത്ഥം. ഏവം താവത് ഇപ്രകാരം ഭൂയഃ വീണ്ടും ത്വ ഏവ പറഞ്ഞാൽ അവിടുന്ന് നിന്ന് നിന്തിരുവടിയിൽ നിന്ന് തന്നെ ലഭിച്ച വേദാൻ ആപ്യ പറഞ്ഞ വേദങ്ങളെ പ്രാപിച്ചിട്ട് അല്ലെങ്കിൽ വേദങ്ങളെ ലഭിച്ചിട്ട് പൂർവകൽപ്പോപമാനം സൃഷ്ടിം ചക്രേ, കഴിഞ്ഞ കൽപ്പത്തിൽ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതിനനുസരിച്ച് തുല്യമായിട്ട് വീണ്ടും സൃഷ്ടി ചെയ്തു. ഈ എല്ലാത്തിലും സൃഷ്ടി ഒരേമാതിരിയാണ്. ബ്രഹ്മാവ് ഓരോ കൽപ്പത്തിലും ജന്മം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ മുമ്പ് സൃഷ്ടിച്ചത് അത് തന്നെയാണ് സൃഷ്ടിക്കുക. അതിന് തുല്യമായിട്ട് സൃഷ്ടിയെ ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് നമ്മൾ 5ാമത്തെ ദശകത്തിലും എല്ലാത്തിനും എല്ലാം മുങ്ങി എല്ലാ പ്രളയത്തിൽ വന്ന് ഭഗവാനിൽ ലയിച്ചതൊക്കെ നമ്മൾ 5ാം ദശകത്തിൽ പഠിച്ചിട്ടുണ്ട്. മായ കോപിച്ചതും അങ്ങനെ സൃഷ്ടി നടന്നതും പിന്നെ സൃഷ്ടിക്കാൻ പറ്റാണ്ടിരുന്നിട്ട് എല്ലാം കൂടി ഭഗവാൻ വിരാട് സ്വരൂപത്തിൽ വന്നത് 6ാമത്തെ ദശകത്തിൽ. അങ്ങനെ വിരാട് സ്വരൂപത്തിൽ നിന്ന് പിന്നെ 7ാമത്തെ ദശകത്തിൽ ഭഗവാൻ തന്നെ സത്യലോകത്തിൽ ബ്രഹ്മാവായിട്ട് വരുന്നു എന്ന് പഠിച്ചു. എന്നിട്ട് സൃഷ്ടിക്കാൻ നോക്കുമ്പോൾ രജോ ഗുണം കൂടിയതുകൊണ്ട് സൃഷ്ടി എങ്ങനെയാണെന്ന് മനസ്സിലാവാണ്ടിരുന്നു. ഭഗവാനെ അന്വേഷിച്ചു, കാണാൻ പറ്റാതെ തപസ് ചെയ്തു. ഭഗവാൻ വന്ന് അനുഗ്രഹിച്ചതും ലാസ്റ്റ് ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു. അതിനുശേഷമുള്ളതാണ് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയതിന് ശേഷം സൃഷ്ടി കഴിഞ്ഞ കൽപ്പത്തിൽ എങ്ങനെയാണോ അതുപോലെ സൃഷ്ടി ചെയ്യാൻ തുടങ്ങി എന്നാണ് ഈ 8ാമത്തെ ദശകത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയണത്. 2ാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം. ശ്ലോകം 2. സോയം ചതുർയുഗ സഹസ്രമിതാന്യഹാനി താവന്മിതാശ്ചരജനീർബഹുശോ ദിനായ നിദ്രാത്യസോ ത്വയി നിലീയ സമം സുസൃഷ്ടേ നൈമിത്തിക പ്രളയമാഹുരദോസ്യ രാത്രിം. ഹരേ കൃഷ്ണ. സ അയം, സാ അയം എന്ന് പറയാൻ പാടില്ല. സ അയം, സാ പറയുമ്പോൾ സ്ത്രീലിംഗ അയ്യത്. അപ്പോൾ സ അയം പറഞ്ഞാൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം. ഇവിടെ അദ്ദേഹം എന്ന് പറയുന്നത് ആ ബ്രഹ്മാവ് എന്നാണ്. ആ ബ്രഹ്മാവ് ചതുർയുഗ സഹസ്രമിതാനി കഴിഞ്ഞ കൽപ്പത്തിൽ എങ്ങനെയാണോ അതുപോലെ സൃഷ്ടി തുടങ്ങിയെന്ന് 1ാം ശ്ലോകത്തിൽ പഠിച്ചു.
അപ്പം എത്ര പകലുകളും രാത്രികളും എന്നാണ് ഇവിടെ പറയുന്നത്. എത്ര കാലം ബ്രഹ്മാവ് സൃഷ്ടിച്ചു? ചതുർയുഗ സഹസ്രമിതാനി പറഞ്ഞ 1000 ചതുർയുഗം. ചതുർയുഗം പറഞ്ഞാൽ അറിയില്ലേ, 4 യുഗങ്ങളാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇതാണ് 4 ചതുർയുഗങ്ങൾ. ഇതുപോലെ 1000 ചതുർയുഗം എന്നാ പറയണം. മനസ്സിലാക്കണം അത് പ്രതിച്ചിട്ട്. വെറും 4 യുഗമല്ല, 4 × 1000 അത്രയും ചതുർയുഗ കാലം വലിപ്പമുള്ള അഹാനി പകലുകളാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. അപ്പം രാത്രിയും അതേപോലെ 1000 4 യുഗങ്ങൾ ചേർന്ന 1000 യുഗങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. അത്രയും വലിപ്പമുള്ള പകല്, അത്രയും വലിപ്പമുള്ള രാത്രിയും ആ ബ്രഹ്മാവ് ബഹുശ വളരെ നയിച്ചു പറഞ്ഞാൽ അത്രയും കാലം സൃഷ്ടി ചെയ്തുകൊണ്ടിരുന്നു എന്നർത്ഥം. പകല് സൃഷ്ടി ചെയ്യും, രാത്രിയായാൽ എല്ലാം നശിക്കും. അതിനെയാണ് പറയണത്. ആ രാത്രിയാവുമ്പോൾ 1000 ചതുർയുഗ കാലമുള്ള രാത്രി വന്നാൽ അസൗ ആ ബ്രഹ്മാവ് സുസൃഷ്ടേ സമം തൻ്റെ സൃഷ്ടികൾ എന്തൊക്കെ ആ യുഗത്തെ ആ കൽപ്പത്തിൽ ബ്രഹ്മാവ് സൃഷ്ടിച്ചോ പകല്, ആ സൃഷ്ടികളോടൊപ്പം ത്വയിനിലീയ ബ്രഹ്മാവിൽ ലയിച്ചിട്ട് നിദ്രാതി ഉറങ്ങുന്നു. ബ്രഹ്മാവും ഉറങ്ങുന്നു. അന്ന് പ്രപഞ്ചത്തിൽ ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം. അതഹ ഇതിനാൽ അസ്യ ഈ ബ്രഹ്മാവിൻ്റെ എന്നർത്ഥം. ബ്രഹ്മാവിൻ്റെ രാത്രിയെ നൈമിത്തിക പ്രളയമാഹു. എന്താ പറയുക? ബ്രഹ്മാവിൻ്റെ രാത്രിയാണ് നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത്. അതായത് 1000 ചതുർയുഗം വലിപ്പമുള്ള രാത്രി. ആ അത്രയും കാലം ബ്രഹ്മാവ് ഉറങ്ങുകയാണ്. ബ്രഹ്മാവ് ഭഗവാനിൽ ലയിക്കുന്നു. 4 തരത്തിലുള്ള പ്രളയമുണ്ട്. നിത്യപ്രളയം, നൈമിത്തിക പ്രളയം, പ്രാകൃത പ്രളയം, ആത്യന്തിക പ്രളയം. നമ്മൾ 5ാമത്തെ ദശകത്തിൽ അത് പഠിച്ചിട്ടുണ്ട്. അത് എഴുതി വയ്ക്കുമ്പോൾ ഇതൊക്കെ ഓർമ്മ വരും. കൽപ്പകാലം ബ്രഹ്മാവിൻ്റെ ഒരു പകലാണത്. ഓരോ പകൽ കഴിയുമ്പോഴും ഇല്ലാതാകണു ആ ലോകം. അതാണ് നിത്യപ്രളയം. 14 മന്വന്തരങ്ങൾ കഴിയുമ്പോൾ പ്രളയം നൈമിത്തിക പ്രളയം എന്ന് പറയും. ബ്രഹ്മം, വൈകുണ്ഠം തുടങ്ങിയവ കൂടി നശിക്കുന്ന ആ മഹാപ്രളയമാണ്, ബ്രഹ്മപ്രളയമാണ് പ്രാകൃത പ്രളയം. ആ പ്രാകൃത പ്രളയം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം നശിക്കുന്ന ഒരു പ്രളയം വരും. സൃഷ്ടിയൊക്കെ നശിച്ച് വീണ്ടും ഒരു ആവർത്തിയില്ലാത്തൊരു പ്രളയം വരും. അതാണ് ആത്യന്തിക പ്രളയം. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നൈമിത്തിക പ്രളയത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ, ഭൂമിയിലെ 1000 ചതുർയുഗങ്ങൾ കൂടിയ കാലം, അത്രയും രാത്രിയും കാലദൈർഘ്യമുണ്ട്. പകൽ മുഴുവൻ സൃഷ്ടി നടത്തിയിട്ട് സൃഷ്ടിയിൽ വ്യാപൃതനായിരുന്ന ബ്രഹ്മാവ് രാത്രി നിദ്രാകാലമാണ് നമ്മളെപ്പോലെ. അപ്പോൾ എല്ലാ സൃഷ്ടികളോടും കൂടി ബ്രഹ്മാവ് ഭഗവാനിൽ ലയിക്കുന്നു എന്ന് പറയുന്നു. അപ്പം ബ്രഹ്മാവിൻ്റെ ആ ഘട്ടത്തിൽ, ഉറങ്ങുന്ന ആ ഘട്ടത്തിൽ ഭഗവാനിൽ ബ്രഹ്മാവും സൃഷ്ടികളും ലയിക്കുന്നു എന്നാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്ന ശ്ലോകമാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. ഹരേ കൃഷ്ണ. 3ാമത്തെ ശ്ലോകം നമുക്ക് ചൊല്ലി നോക്കാം. 8ാം ദശകത്തിൽ 3ാമത്തെ ശ്ലോകം. അസ്മാദൃശാം പുനരഹർ മുഖകൃത്യ തുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത് പ്രസാദാത് പ്രാഗ്ഭ്രാമകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്ത പ്രബോധന സമാസ്തി തദാ വിസൃഷ്ടിഃ. ഹരേ കൃഷ്ണ. അസ്മാദൃശാം പദച്ഛേദം നോക്കുമ്പോൾ അസ്മാദൃശാം പുനഃ അഹർമുഖകൃത്യതുല്യാം, അഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോതി അനുദിനം. കരോത്യനുദിനം എന്നുള്ളത് പിരിക്കുമ്പോൾ കരോതി പ്ലസ് അനുദിനം സ ഭവത് പ്രസാദാത് പ്രാഗ് ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്ത പ്രബോധന സമാസ്തി തദാ വിസൃഷ്ടി, അല്ലെങ്കിൽ തദാഭി സൃഷ്ടി, രണ്ടും കാണാം. ചില ബുക്കിൽ തദാഭി സൃഷ്ടി, ചിലതിന് തദാ വിസൃഷ്ടി. രണ്ടും ശരി തന്നെയാണ്, അർത്ഥവ്യത്യാസം വരില്ല. ഇങ്ങനെയാണ് പദം പിരിക്കുന്നത്. നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ സഹ, ഇവിടെയും സഹ പറയുന്നുണ്ട്. സ 2ാമത്തെ വരിയിൽ സ വരുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, പുനഃ വീണ്ടും, അനുദിനം കരോത്യനുദിനം എന്നുള്ളതാണ് അനുദിനം. അനുദിനം പറഞ്ഞാൽ ദിവസവും, എല്ലാ ദിവസവും സൃഷ്ടി ചെയ്യണം. എങ്ങനെയാണ്? ഭവത് പ്രസാദാത് അങ്ങയുടെ പ്രസാദം കൊണ്ട്, ഭഗവാന്റെ സന്തോഷം കൊണ്ട്, പ്രസാദത്താൽ അഹർമുഖ കൃത്യതുല്യം
പ്രഭാത കൃത്യങ്ങൾക്ക് തുല്യമായിട്ടാണ് അസ്മാദൃശാം സൃഷ്ടിയും കരോതി എന്ന് പറഞ്ഞാൽ നമ്മെ പോലുള്ളവർ. അസ്മാദൃശം പറഞ്ഞതാണ് അസ്മിൻ പറഞ്ഞ നമ്മളെയൊക്കെ കാണുന്ന പോലെയുള്ള സൃഷ്ടികളെ, സാധാരണ സൃഷ്ടികളെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ പകൽ രാവിലെ നീട്ടിട്ട് നമ്മുടെ ദിനകൃത്യങ്ങൾ ചെയ്യുക, അതേപോലെ ബ്രഹ്മാവ് ഭഗവാന്റെ പ്രസാദം കൊണ്ട് എല്ലാ പ്രഭാതത്തിലും ബ്രഹ്മാവിൻ്റെ രാത്രി ഉറങ്ങി എഴുന്നേറ്റാൽ നമ്മെപ്പോലുള്ളവർ സൃഷ്ടി ചെയ്യുന്നു. എന്നാലോ പ്രാഗ് ബ്രഹ്മകൽപ്പജനുഷാം പറഞ്ഞ ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ ജനിച്ചവരായ ചിരായുഷാം നമ്മളെപ്പോലെ അല്ലാത്തവരുടെ ആൾക്കാരുണ്ട്, ചിരഞ്ജീവികളായ കുറേ പേരുണ്ട്, മഹാന്മാർ. അവർ അപ്പോൾ സുപ്തപ്രബോധന, അവരുടെ സൃഷ്ടി പ്രത്യേക തരത്തിലാണ്. അവർ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്? ഉറങ്ങിയവൻ്റെ ഉണർവിന് സമമായിട്ടാണ് അവർ സൃഷ്ടിക്കുന്നത്. നമ്മൾ ഉറങ്ങി നീക്കുമ്പോൾ നമ്മൾക്ക് എല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ, തലേ ദിവസം കഴിഞ്ഞതും നമ്മൾ ഉറങ്ങണ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ടാവും. അതുപോലെ ഈ ചിരഞ്ജീവികളായ ഇവരെ വിസൃഷ്ടി എന്നാണ് പറയുക. അവരെ സൃഷ്ടി അസ്ഥി, വിസൃഷ്ടി അസ്ഥി പറഞ്ഞാൽ വിസൃഷ്ടി ചെയ്യുന്നു, വീണ്ടും ഉണ്ടാക്കുന്നു. കാരണം അവരൊക്കെ സൃഷ്ടിയില്ല, മരണമൊന്നുമില്ല, എല്ലാം ലയിക്കുമ്പോൾ ഭഗവാൻ ലയിക്കുന്നു. അവർ തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? അത്രയും കാലത്തെ എത്ര ജന്മങ്ങൾ അവർക്ക് വന്നു, അതുവരെയുള്ള കാലങ്ങളിലത്തെ എല്ലാം ഓർമ്മയോട് കൂടിയിട്ടാണ്, ഉറക്കം ഉണർന്ന പോലെയാണ് അവർ വരുന്നത് ഈ ഭൂമിയിലേക്ക് എന്നർത്ഥം. അപ്പോൾ അവരുടെ വിസൃഷ്ടിയാണ് എന്ന് പറയുന്നു. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നവയൊക്കെ പകല് അവസാനിക്കുമ്പോൾ ബ്രഹ്മാവിൽ ലയിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചു. തുടർന്ന് ബ്രഹ്മാവും ലയിക്കും. പിന്നെ സൃഷ്ടിക്കുമ്പോൾ മുമ്പുണ്ടായിരുന്ന പോലെ ആണെങ്കിലും ജീവികൾക്ക് നമ്മളെയൊക്കെ സൃഷ്ടിക്കുമ്പോൾ നമ്മളിപ്പോൾ മനുഷ്യനായിട്ടിരിക്കുന്നുണ്ട്. കർമ്മവാസനയ്ക്ക് അനുസരിച്ചിട്ടുള്ളതാണ് അടുത്ത സൃഷ്ടിയിൽ നമുക്ക് ജന്മം കിട്ടുള്ളൂ എന്നാണ് പറയണത്. ബ്രഹ്മാവ് സൃഷ്ടിക്കും, ബ്രഹ്മാവ് പകല് തൻ്റെ ജോലി ചെയ്യണ പോലെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളുടെ കർമ്മം അനുസരിച്ചിട്ട് നമ്മൾ ഇന്ന് മനുഷ്യജന്മത്തിൽ ഈ ജന്മത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കർമ്മം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള ജന്മമാണ് അടുത്ത ജന്മം നമുക്ക് കിട്ടുക. അത് മനുഷ്യനായി തന്നെ ജനിക്കണമെന്നില്ല. നമ്മുടെ കർമ്മത്തിനനുസരിച്ചിട്ട് പാമ്പോ പട്ടിയോ അതോ ഇതിനേക്കാളും ഉയർന്ന ബ്രാഹ്മണ ജന്മം നന്നായി ചെയ്താൽ കിട്ടാം. അങ്ങനെ ഏറ്റവും ഉയർന്ന ജന്മങ്ങളും കിട്ടാം, ഏറ്റവും താന്നതിലേക്ക് നമ്മുടെ കർമ്മത്തിനനുസരിച്ച് പോവാം എന്നാണ് പറയുന്നത്. ചെടിയാവാം, വള്ളിയാവാം, മരമാവാം, പുഴുവാവാം, എന്ത് വേണമെങ്കിലും ആവാം നമ്മുടെ കർമ്മത്തിനനുസരിച്ച്. അപ്പോൾ നമ്മളെപ്പോഴും നല്ല കർമ്മങ്ങൾ, നല്ല ചിന്തകൾ അതൊക്കെ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. ആരെയും ദ്രോഹിക്കാതെയും ഒക്കെ അങ്ങനെ നല്ല കർമ്മങ്ങളോടുകൂടി ഇരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ജനിക്കുന്ന ജീവികൾക്ക്, നമ്മളെപ്പോലുള്ളവർക്ക് മുജ്ജന്മത്തെക്കുറിച്ച് ഒരു ബോധം ഉണ്ടാവില്ല. നമ്മൾ ഏത് ജന്മത്തിലും മനുഷ്യനായി തന്നെ നമ്മൾ ജനിക്കുകയാണെങ്കിലും നമുക്ക് മുജ്ജന്മത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവില്ല. ബ്രഹ്മാവ് അങ്ങനെ അനായാസമായിട്ട് സൃഷ്ടിക്കും. ആ സൃഷ്ടിക്കപ്പെടുന്ന നമ്മളെപ്പോലുള്ള ജീവികൾ നമ്മുടെ വിധി പോലെ അനുഭവിക്കാൻ വേണ്ടി ജീവിച്ച് മരിച്ച് അങ്ങനെ പോകും. പക്ഷെ അല്ലാത്തവരായ ചിരഞ്ജീവികൾ, മാർക്കണ്ഡേയ മഹർഷിയെ പോലുള്ളവർ, അവർ നൈമിത്തിക പ്രളയം അവരുടെ നിദ്രാകാലമാണ്. പക്ഷേ നമ്മെ പോലുള്ളവർ പ്രളയം കഴിഞ്ഞ് വരുമ്പോൾ പുതിയ ജന്മം സ്വീകരിക്കുമ്പോൾ പഴയതൊക്കെ മറക്കും. ഈ ചിരഞ്ജീവികൾ അവർക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു ഇതിനു മുമ്പത്തെ അതെല്ലാം അവർക്ക് ഓർമ്മയുണ്ടാവും. അതാണ് വിസൃഷ്ടി എന്നാണ് പറയുന്നത്. അവർ ഉറക്കം ഉണർന്നവരെ പോലെ അവരെ വിസൃഷ്ടി ചെയ്യുന്നു ബ്രഹ്മാവ് എന്ന് പറയുന്നു. ഇതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണേ. എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിക്കണം, അർത്ഥം നന്നായി മനസ്സിലാക്കി തെറ്റുകൂടാതെ ചൊല്ലാൻ പഠിക്കണം. എല്ലാവരും ഭഗവാന്റെ